ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവമാണ്. ഏറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. എല്ലാ കാര്യത്തിലും പ്രതിസന്ധികളാണ്. വീട്ടിലുള്ള ചിലർക്ക് ഒരുപാട് ആപത്തുകൾ കടന്നുകൂടുന്നു. ബിസിനസ്സിൽ പരാജയം ഉണ്ടാവുന്നു. അങ്ങനെ ജീവിതത്തിലെ ദുരിതങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ബ്രഹ്മരക്ഷസ് മുഖാന്തരം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഒട്ടേറെ പേർ എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്. അപ്പോൾ പലതിലും ബ്രഹ്മരക്ഷസൊന്നും ആയിരിക്കില്ല. ഇവരുടെ സമയദോഷം കൊണ്ടും മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും സംഭവിക്കുക. ബ്രഹ്മരക്ഷസ് അങ്ങനെ എല്ലാ വീടുകളിലും കാണപ്പെടുന്നതല്ല. എന്നാൽ പലയിടത്തും ഇതിന്റെ നിശബ്ദ സാന്നിധ്യമുണ്ട്. ബ്രഹ്മരക്ഷസ് മാത്രമല്ല, രക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രഹ്മരാക്ഷസൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവും. പക്ഷെ സാമാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഇതിനെ വേർതിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാൽ ചില അപൂർവ ലക്ഷണങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസ് നമ്മുടെ ഗൃഹരാശിയിലോ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലോ എവിടെയെങ്കിലും ഒക്കെ ഇതിങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയും നമുക്ക് ചില പ്രയാസങ്ങൾ സമ്മാനിക്കുകയോ ചെയ്യുമോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലക്ഷണങ്ങൾ ഇച്ചിരി അപൂർവമായതും സാമാന്യമായിട്ട് പെട്ടെന്ന് യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളും കൂടെ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏറെ ഉത്തമം. അതിനു മുമ്പായിട്ട് ഇതിനെ ബ്രഹ്മരക്ഷസുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും അനുഭവങ്ങൾ കൂടി പങ്കുവച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് നമ്മുടെ ബാല്യകൗമാര ആ കാലഘട്ടത്തില് നീലകണ്ഠൻ തിരുമേനിയുടെ അടുത്ത് മന്ത്രതന്ത്രാദി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭ്യസിച്ചു പോരുന്ന കാലം. അന്നേരം തിരുമേനി പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരും. സന്ധ്യാസമയത്ത് അദ്ദേഹത്തിന്റെ മനക്കിൽ ചേർന്ന് തന്നെ രണ്ട് പീഠങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മരക്ഷസും ഒന്ന് ബ്രഹ്മരാക്ഷസിന്റെ പീഠമാണ്. അപ്പൊ ബ്രഹ്മരക്ഷസിന് അവിടെ വൈകുന്നേര സമയത്ത് അദ്ദേഹം പത്മമായിട്ടൊരു പൂജ കൊടുക്കും. പൂജ കൊടുത്തിട്ട് ഒരു പായസം നിവേദ്യമുണ്ട്, പാൽപ്പായസം നിവേദ്യമുണ്ട്. ബ്രഹ്മരാക്ഷസിന് തളിച്ച് നേദ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഈ ബ്രഹ്മരക്ഷസിന്റെ മുമ്പ് ഒരു ചെറിയ അരയാലുണ്ട്, അതിനൊരു വേരിങ്ങനെ പൊങ്ങിപ്പുണ്ട്. അവിടെ വന്നിരുന്നിട്ട് ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയും. ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ, ചിലപ്പോൾ ചില ശ്ലോകങ്ങൾ പറയുന്നേക്കാം. ചില സമയത്ത് ഇദ്ദേഹം നിശബ്ദമായിട്ടിരുന്ന് മൂളി കേൾക്കുന്നത് പോലെ 10-15 മിനിറ്റ് ഈ പൂജയ്ക്ക് ഒടുവിലാണ് ഇദ്ദേഹം വന്ന് തട്ടഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇതെന്താണ് എന്നൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇദ്ദേഹം വല്ല ഇച്ചിരി മെന്റലെങ്ങാനും ഉള്ള ആളാണോ, സ്വയം സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കണക്ക് കൂട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചില പരികർമ്മി പൂജാരിമാരുടെ അടുത്തും മറ്റൊക്കെ ഇത് കാര്യം ചോദിച്ചു. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് രക്ഷസുമായിട്ട് ഓത്ത് കടത്തുകയാണ് എന്ന് പറയും. രക്ഷസുമായിട്ട് ഓത്ത് കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ആ രക്ഷസുമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതായത് ബ്രഹ്മരക്ഷസ് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു, ഇദ്ദേഹം മറുപടി പറയുന്നു, ബ്രഹ്മരക്ഷസ് പറയുന്ന കേൾക്കുന്നു എന്നുള്ളതാണ്. എനിക്കതിൽ അത്ര യുക്തിയൊന്നും തോന്നിയില്ല. കാര്യം ഇതെന്തോ മനസ്സിന്റെ തോന്നലായിരിക്കും. അദ്ദേഹത്തിന് എവിടുന്നോ ശബ്ദം കേൾക്കുന്നതായിട്ടൊക്കെ തോന്നുന്നതായിരിക്കും. അല്ലാതെ പിന്നെ മനുഷ്യർ പറയുന്നത് അങ്ങോട്ടേക്ക് കേൾക്കാനും തിരിച്ചു പറയാനും ഒക്കെ പറ്റുമോ? എന്നാൽ മറ്റാരെങ്കിലും കേൾക്കണ്ടേ? അപ്പൊ ഈ ഒരു കാര്യം ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ വന്നിരുന്ന് പൂജ കൊടുത്തിട്ട് അദ്ദേഹം ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് കാര്യം പറഞ്ഞിട്ടൊക്കെ പോരുന്നത് കാണാം. മിക്കവാറും ഇവര് നിശബ്ദമായിട്ട് മൂളി കേൾക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. ചില കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറയുന്നുണ്ട് എന്നുള്ള രീതിയാണ്. അപ്പോ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും നമ്മൾ പറയുമ്പം പായസം കൊണ്ടുവയ്ക്കും, അടപ്പെടുത്ത് മാറ്റാൻ പറയുമ്പോൾ മാറ്റും, പിന്നെ നേരിച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റും, പിന്നെ ബാക്കി ഒരുക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം ഇദ്ദേഹമില്ല, മകനുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ആത്മായിട്ട് ഇതായി നേദ്യം അങ്ങ് കൊടുത്താൽ മതി, പിന്നെ വേറൊന്നും അവിടെ പറയാൻ നിൽക്കണ്ട, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മൂളിയാ മതി, വേറൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദ്യം ഉണ്ടാവണമെങ്കിൽ മൂളിയാ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവച്ച് നേദ്യമൊക്കെ നടത്തി ദീപാരാധനയും കഴിച്ചിട്ട് അവിടെ വന്ന് നിന്നു. ചുറ്റുപാടൊക്കെ നോക്കി. സന്ധ്യാസമയമല്ലേ, കാറ്റൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിലവിളക്കൊക്കെ തെളിയിച്ച് എല്ലാവരും വയ്ക്കും. അപ്പോഴതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കാവുണ്ട്. കാവില് അവിടുത്തെ അമ്മന്തർജനം അവിടെ പോയി വിളക്കൊക്കെ വയ്ക്കും. അവിടെ വഴിയിൽ ഇങ്ങനെ വേലിയിൽ ഇങ്ങനെ ചെറിയ ചുറ്റുവിളക്കൊക്കെ വയ്ക്കും. നല്ല ഭംഗിയാണ് അവിടെ. അവിടെ അന്ത്യത്തിരിക്കാവ് എന്നാണ് പറയുന്നത്. അത് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇരിക്കവിടെ എന്നാരോ പറയും പോലെ തോന്നി. ചുറ്റും അവിടെ നോക്കി ആരാധ പറഞ്ഞ ആരെയും കാണാനില്ല. വീണ്ടും പറയും ഇരിക്കവിടെ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇരുന്നു പോയപ്പോ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചറിയാം, ആരോ ഇങ്ങനെ മന്ത്രങ്ങളെ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അറിയാം.
എനിക്ക് ആദ്യം തോന്നി വേറെ എവിടെ നിന്നോ ക്ഷേത്രത്തിൽ നിന്നെങ്ങാനും അലയടിച്ചു വെക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. എനിക്ക് യുക്തിക്ക് നിരക്കാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. ഇനി എൻ്റെ മനസ്സിന്റെ പ്രശ്നമാണോ എന്നൊക്കെ നമ്മൾ അന്ന് ചെറിയ തോതിലൊക്കെ ഒരു ഈ പൂജാ കാര്യങ്ങൾ പഠിക്കുമ്പോഴും യുക്തിബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്നും ഉണ്ട് അത്തരം യുക്തിബോധങ്ങൾ. ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കാറില്ല, കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ജനിച്ചതുകൊണ്ട് ഈ കുഞ്ഞിന്റെ ജാതകത്തിന്റെ ദോഷം ഞങ്ങൾക്ക് ബാധിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഓടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ അവരെ ഓടിച്ചു വിടും. ഒരു കുഞ്ഞ് ജനിക്കുക, ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ദൈവമായിട്ട് കൊടുക്കുന്ന വലിയ കാര്യമാണ്. നമുക്ക് കിട്ടേണ്ടുന്ന ഒരു സീഡ് അതൊരു ഭ്രൂണമായി മാറുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രയോ ജന്മം കൊണ്ട് ആർജിച്ചൊരു പുണ്യമാണ് ഒരു സന്താനത്തെ കിട്ടുക. ഈ സന്താനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സന്താനം കൊണ്ട് എനിക്ക് ദോഷം ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആൾക്കാർ പോകുന്നതിനെ ഞാൻ എപ്പോഴും വിമർശിക്കാറുണ്ട്. ഈ ജാതകത്തിനെയൊക്കെ പൂർണ്ണ ജ്യോതിഷത്തിനെയൊക്കെ വേറൊരു വഴിക്കൊക്കെ ആരൊക്കെയോ ഏതൊക്കെയോ കാലഘട്ടത്തിൽ കൊണ്ടുകിടന്ന് അങ്ങനെയുള്ള ചില പ്രമാണങ്ങളൊക്കെ എഴുതി കയറ്റിയതിന്റെ ഭാഗമായിട്ടായിരിക്കണം സന്താന ദുരിതത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ കൂടുതലായിട്ട് പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാറില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഈ ജ്യോതിഷം എല്ലാം പല കൈകടത്തലുകളും ഉണ്ടായ കാലഘട്ടത്തിൽ നന്മയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്, ഞാൻ അവിടെ ഇരുന്ന് ഈ സംഭാഷണം മുഴുക്കെ കേൾക്കുകയാണ്. എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. വല്ലാത്തൊരു അനുഭവമായിപ്പോയി അവിടുന്ന്. അന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ചിന്താഗതികൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ഈ യൂണിവേഴ്സിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ഇതുപോലെ മറ്റൊരു അനുഭവം കൂടി ഈ വീഡിയോ പറയാം. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ഇതിന്റെ ദൈർഘ്യം കൂടി പോകും. അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മരക്ഷസ് ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ആരാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന, തന്ത്രശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഒരു ഉപദേവത വിഭാഗമാണ്. ഇതൊരു രക്ഷോദേവതയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. രക്ഷ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസ് എന്ന് പറഞ്ഞാൽ അറിയുക, ഭവിക്കുക, ജീവിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ രക്ഷ നൽകുന്ന ഒരു ദേവത എന്നുള്ള സങ്കല്പമാണ്. ഇതൊരു വൈഷ്ണവ മൂർത്തിയായിട്ടാണ് കാണപ്പെടുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളിലും പൊതുവിൽ കാണപ്പെടുന്നു. എന്നാൽ ചില ശിവക്ഷേത്രങ്ങളിലും ഇതുണ്ട്. മിക്കയിടത്തും ഇത് ഒരു ബാണലിംഗത്തിലോ അല്ലെങ്കിൽ പീഠം തറ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വാൽക്കണ്ണാടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കല്ല് മാത്രം ആയിട്ട് പ്രതിഷ്ഠിച്ചോ ബ്രഹ്മരക്ഷസിനെ കാണാം. വിഷ്ണുവിങ്കിൽ ബ്രഹ്മരക്ഷസിന് ശക്തി ഉഗ്രമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനും പാൽപ്പായസം കൊടുക്കും, ബ്രഹ്മരക്ഷസിനും കൂടെ വിഷ്ണുവിങ്കിൽ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കൊടുത്ത് ദോഷദുരിതങ്ങളെ മാറ്റിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. കശിപ പ്രജാപതിക്ക് മുനി എന്ന ഭാര്യയിൽ ഉണ്ടായതാണ് ഈ യക്ഷന്മാരും രക്ഷസിന്റെ വർഗം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കേരളത്തില് പൊതുവില് രക്ഷസുകൾ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രം നന്നായിട്ട് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഗഹനമായിട്ട് അറിവുണ്ട്. പക്ഷെ ദുർമാർഗിയായിട്ടാണ് ആള് നടന്നത്. ഒടുവില് അദ്ദേഹം മരണപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് അദ്ദേഹം തനിയെ തന്നെ ജീവമുക്തി നേടുകയോ ചെയ്തിട്ട് ബ്രഹ്മരക്ഷസായിട്ട് അലയും. അത് ബ്രാഹ്മണരാണ്. അല്ലാതെ മന്ത്രം പഠിച്ച വ്യക്തികൾ രക്ഷസുകളായിട്ട് അലയും. ബ്രഹ്മരക്ഷസും രക്ഷസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ബ്രാഹ്മണരുടെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അല്ലാതെ മന്ത്രതന്ത്രാദികൾ പഠിച്ച മറ്റു മാന്ത്രികർ രക്ഷസായിട്ട് ഭവിക്കും എന്ന് പറയുന്നുണ്ട്. സ്ത്രീകളും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ നമ്പൂതിരി സ്ത്രീകളിൽ ചിലർ മന്ത്രതന്ത്രാദികൾ ഗൂഢമായിട്ട് പഠിച്ച് അവരും ബ്രഹ്മരക്ഷസുകളായിട്ടൊക്കെ ഭവിക്കാറുണ്ട്. ബ്രഹ്മരക്ഷസിന്റെ മൂർധന്യഭാവത്തിൽ കൊടൂരമായിട്ടുള്ള അവസ്ഥയിൽ ബ്രഹ്മരാക്ഷസന് ഉണ്ടാവുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ പ്രീതിപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ആവാഴ്ച എവിടെയെങ്കിലും പീഠം കൊടുത്ത് അവിടെ കൃത്യമായ പൂജാവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇത് പലപ്പോഴും ഉപകാരം ചെയ്യുന്ന ഒരു മൂർത്തിയായിട്ടും ഭാവിക്കാറുണ്ട്. എന്നാൽ ചിലത് ഉപദ്രവം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ പൂർവജന്മ ദുരിതങ്ങൾ, നമ്മുടെ പാപങ്ങൾ, നമ്മൾ കുടുംബത്തിന് മേൽ രഹസ്യമായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ, ഇവയൊക്കെ കൊണ്ട് ഈ ബ്രഹ്മരക്ഷസ് തിരിച്ചറിഞ്ഞ് അതിന്റെ ശാപവും മറ്റുമൊക്കെ നമുക്ക് ഏൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. മാത്രമല്ല, മറ്റൊരാളുടെ ഭൂമി നമ്മൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെയൊക്കെയോ മറ്റൊരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭൂമിയാണ്. അത് മറ്റൊരാൾ ചതിച്ച് നേടിയെടുത്തു. നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ആ ഭൂമി മേടിച്ച് നമ്മൾ അവിടെ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ
ഈ ബ്രഹ്മരക്ഷസിന്റെ ശല്യം ഇവിടെ ഉണ്ടാവാം. ഈ ബ്രഹ്മരക്ഷസിനെ നമ്മൾ ആവാഹിച്ച് അങ്ങനെ തളച്ച് നിർത്താനൊന്നും പറ്റില്ല. കാര്യം നമ്മൾ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിന് 3 മന്ത്രം ജപിക്കാൻ കൂടുതൽ കഴിവുണ്ട്, ജ്ഞാനിയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ തളച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ, ആവാഹിച്ച് പിടിച്ച് എവിടെയെങ്കിലും നിർത്താമെന്ന് വിചാരിച്ചാൽ അത് മറുമന്ത്രം ഉപയോഗിച്ചിട്ട് പുറത്ത് ചാടി കിടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രീതിപ്പെടുത്തി ഇരുത്തുക എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ അത് രക്ഷിക്കുന്ന അവസ്ഥകളുമുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഒരിക്കൽ ഗുരുനാഥന്റെ മൂത്തപുത്രനുമായിട്ട് ഒരു ഹോമസ്ഥലത്ത് പോവുകയാണ്. സുദർശന ഹോമം നടക്കുകയാണ്. ഒരു ആവാഹനമുണ്ട്. അത് വളരെ നീചമായിട്ടുള്ളൊരു പ്രേതത്തെയാണ് ആവാഹിക്കേണ്ടത്. ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് വേർക്കാൻ, അദ്ദേഹത്തിന് മന്ത്രം ഉരുവിടാനും പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ്. ആവാഹനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് അങ്ങ് വേർക്കുന്നു, വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായി. അദ്ദേഹം ആകെ കൂടി ശബ്ദിക്കാൻ വയ്യാത്ത രീതിയിൽ വേർക്കുന്നുണ്ട്. ഇനിയിപ്പം വല്ല അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നൊക്കെ പോലും നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ അദ്ദേഹം പരിഭ്രാന്തിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, വേർക്കുന്നുമുണ്ട്, മന്ത്രം ഉരുവിടാൻ പറ്റുന്നില്ല, കൈകള് ആവാഹന മുദ്രയൊക്കെ പിടിക്കുന്നുമുണ്ട്. ഇത് മനസ്സിലാക്കി ഏതാനും മിനിറ്റുകളാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വീട്ടുകാർക്ക് അത് അധികം മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കുന്നു അദ്ദേഹം ധ്യാനിക്കുകയാണ്. പെട്ടെന്നാണ് ഗുരുനാഥൻ പറഞ്ഞ കാര്യം എന്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹം എപ്പോഴും പറയും, എന്തെങ്കിലും ആവാഹനത്തിൽ വിഘ്നം വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്തിക പത്മമായിട്ടിട്ട് നാളികേരം വെച്ച് ബ്രഹ്മരക്ഷസിന് ഒരു പാൽപ്പായസം നിവേദിച്ചോളൂ, കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹം നോക്കിക്കോളുന്നു. പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു സ്വസ്തികമായിട്ട് നാളികേരം വെച്ച് കൂർച്ചം വെച്ച് പെട്ടെന്ന് തന്നെ ആവാഹിച്ചു നിവേദിച്ചു. ആ സെക്കൻഡുകളിൽ തന്നെ ഇദ്ദേഹത്തിന് വീണ്ടും മന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഉരുവിടാനും പറ്റി. അദ്ദേഹത്തിന്റെ ആ നെഞ്ചിടിപ്പൊക്കെ പെട്ടെന്ന് ആയിട്ട് അദ്ദേഹത്തിന് ആവാഹനം പൂർത്തീകരിക്കാനും മറ്റൊക്കെ പറ്റി. ഈ രക്ഷസിനെ ആവാഹിച്ചിരുത്തിയത് കൊണ്ട് തന്നെ പല കർമ്മങ്ങളും ഈസി ആയിട്ട് നടന്നു. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ തന്ത്രിമാര് പ്രതിഷ്ഠയ്ക്ക് മുമ്പേ തങ്ങളുടെ മൂർത്തിയായിട്ടുള്ള ബ്രഹ്മരക്ഷസിന് അവിടെ ഒരു പീഠം കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വരും. അങ്ങനെ രക്ഷിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളും ബ്രഹ്മരക്ഷസിനുണ്ട്. അത് ആ ഭാവത്തിലുള്ള ബ്രഹ്മരക്ഷസ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഇതിനെ കൊണ്ട് ഉണ്ടാവും. ഒരാൾക്ക് ഇത് ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇത് ഗുണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ധർമ്മമായിട്ടാണ് അത് എടുക്കുന്നത്. ചിലപ്പോൾ അത് പൂർവ്വജന്മാർജിതമായിട്ട് ആർക്കോ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഒരാളുടെ അന്യാധീനപ്പെട്ട ഭൂമിയൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തലമുറകളായിട്ട് കൈമാറി നമുക്ക് കിട്ടിയിട്ട് അതിന്റെ ഉടമയായിട്ടുള്ള ബ്രഹ്മരക്ഷസിനെ മാറ്റിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിന് ഭക്തിയും കൊടുക്കാതെ അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി ഉണ്ടാവും. ചിലപ്പോൾ ക്ഷേത്രമായിട്ട് ഇരുത്തിയിട്ട് എല്ലാവരും കൂടെ ഒരിക്കൽ വാഗ്ദാനം കൊടുത്തു, അവിടെ വന്ന് കണ്ടോളാം, അവിടെ പൂജകൾ കഴിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇതുണ്ടായി വരും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തത് വെളുത്ത നൂല് കാണുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ നീണ്ടു നിവർന്ന ഒരു നൂല് കാണപ്പെടുക. വീട്ടിന്റെ മുൻപടിയിലോ പിൻപടിയുടെ ഭാഗം അല്ലെങ്കിൽ ഹാളിലോ ഇങ്ങനെ നീണ്ടു നിവർന്ന ഒരു നൂല് കാണപ്പെടുക. ഒരു തവണയല്ല, ഒന്നിലധികം തവണ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമാണ്. എങ്കിലും നമ്മളത് വ്യക്തമായിട്ട് നിരീക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ ചില പ്രയാസങ്ങൾ ഇതിന് ശേഷം കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു മാനസികപരമായിട്ട് വല്ലാത്ത വിമ്മിട്ടങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ, വീട്ടിൽ പതിവില്ലാത്ത എന്തെങ്കിലും അസ്വാഭാവികരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കണം. എന്നിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു അസ്ട്രോളജറെ സമീപിക്കുന്ന നന്നാണ്. ഇത് ഒരു കാര്യം മാത്രം കണ്ടാലുടനെ നമുക്കതിന് നിഗമനത്തിലെത്താൻ പറ്റില്ല. മുണ്ടിൽ നിന്നൊരു നൂല് ഊർന്നു കിടന്നു, ഒരു തോർത്തെടുത്തപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടൊരു നൂല് എടുത്തിട്ടു. കുട്ടികൾ കളിച്ചപ്പോൾ ഒരു നൂല് വന്നു. തയ്യലൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നൂലുകളൊക്കെ സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് ഒരു നൂല് കണ്ടാൽ ഉടനെ നമുക്കിത് തീരുമാനിക്കാൻ പറ്റില്ലേ. ഒറ്റയടിക്ക് അതിലേക്ക് ചെല്ലണമെന്നില്ല. 3-4 ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ചെല്ലാം. രണ്ടാമത്തത്, സ്വപ്നത്തിൽ നിത്യവും ഒരു ബ്രാഹ്മണനെ കാണുക. അതെ, നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പലതരം സ്വപ്നങ്ങൾ കാണും. പക്ഷെ നമ്മൾ ഈ കാണുന്ന സ്വപ്നത്തില് നല്ല ഉയരമുള്ള ഒരു ബ്രാഹ്മണനെ കാണുന്നു. തലമുടി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ടുണ്ട്. കൂണൂലിട്ട് തിരിയം പുതച്ച് അങ്ങനെ നടന്നു പോകുന്ന, ചിലപ്പോൾ മുഖം കാണാൻ പറ്റില്ല. ആ വ്യക്തിയെ തുടർച്ചയായിട്ട് കാണുന്നെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാവണം. ഇതൊരു ലക്ഷണമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് കാണുകയാണെങ്കിൽ, നമ്മൾ തുടർച്ചയായിട്ട് ഇത് കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധ വെക്കേണ്ടത് ഇതൊരു ലക്ഷണമാണ്. മൂന്നാമത്തത്, മുറുക്കി തുപ്പിയ പാടുകൾ കാണുക എന്നുള്ളതാണ്. വീടിന്റെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെറ്റിലക്കറ ഇങ്ങനെ നീട്ടി തുപ്പിയതുപോലുള്ള പാടുകൾ കാണുക. ഇതും വീട്ടിലാരെങ്കിലും മുറുക്കി തുപ്പുന്ന ശീലം പണ്ട് കൂടുതലായിരുന്നു, ഇപ്പൊ ഇല്ല. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പക്ഷെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാര്യം വീട്ടിൽ വന്ന ബംഗാളി, അയാള് എപ്പോഴും മുറുക്കുന്ന ശീലമാണ്. അയാള് അവിടെ പരിസരത്തൊക്കെ തുപ്പി വെച്ചിട്ട് ഇയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിലാക്കി മടങ്ങി. നോക്കുമ്പോൾ മുഴുക്കെ ഇങ്ങനെ നീട്ടി തുപ്പിയ പാടുകൾ. തൊട്ടടുത്തുള്ളൊരു അസ്ട്രോളജർ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബ്രഹ്മരക്ഷസി തന്നെ എന്നൊക്കെ അങ്ങ് ഉറപ്പിക്കുകയാണ് ലക്ഷണം പറയും മുമ്പേ. അങ്ങനെയല്ല, അത് കബഡി വെച്ചിട്ട് നോക്കിയിട്ട് അസ്ട്രോളജർ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല. ഇത് ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ തീരുമാനത്തിലേക്ക് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 3-4 ലക്ഷണങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം,
മണി മുഴക്കുന്നതോ മന്ത്രം ജപിക്കുന്നതോ ആയിട്ട് നമുക്ക് കേൾക്കുക. രാത്രി സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെറിയ മണിനാദം, ഒപ്പം ഓരോ മന്ത്രം ജപിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ചിലപ്പോൾ നമുക്കൊരു തോന്നൽ പോലെ ഉണ്ടാകും. അതല്ല ഞാൻ പറയുന്നത്, തുടർച്ചയായിട്ട് നമുക്കിത് കേൾക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിലവിളക്ക് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമ്മൾ അർപ്പിച്ചിട്ടില്ലാത്ത ചില പൂക്കൾ ഇങ്ങനെ ചിതറിക്കിടക്കുക. അത് ഒരു ദിവസമല്ല, പല ദിവസം, പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ഇങ്ങനെ കാണപ്പെടുക. കറുത്ത വാവില്, വെളുത്ത വാവില് ഇത് കാണപ്പെടുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തില് ചില പേജുകൾ മടക്കി വെച്ചതായിട്ട് കാണപ്പെടുക. ചിലരുടെ പഴയ താളിയോലയിൽ എഴുതിയ ജാതകത്തിലാണെങ്കിൽ ചില വരകളൊക്കെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കാണപ്പെടുക. ഇതും ഒരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ള ചില അപൂർവ ലക്ഷണങ്ങളാണ് ഒരു വീട്ടിൽ ബ്രഹ്മരക്ഷസ് നിലനിൽക്കുന്നെങ്കിൽ ഏതാണ്ട് കാണപ്പെടുക. പക്ഷെ ഇത് ഉറപ്പിക്കുന്നതിന് മുമ്പ് നല്ലൊരു അസ്ട്രോളജറുടെ സേവനം നിങ്ങൾ എടുത്തിട്ട് ഇത് തന്നെയാണെന്ന് നമ്മൾ ആ രാശി പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ആവാഹിച്ച് എവിടെയെങ്കിലും സമർപ്പണം ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലയിടത്താണെങ്കിൽ ബ്രഹ്മരക്ഷസ് തറയിൽ പോയി പത്മഹട്ട് പൂജ കൊടുത്താൽ മതിയായിരിക്കും. ചിലർക്ക് പായസം നിവേദിച്ചാൽ മതിയായിരിക്കും. ചിലർക്ക് വിഷ്ണു സംബന്ധമായിട്ടുള്ള പൂജകൾ കൂടുതൽ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് സുദർശന ഹോമം കഴിപ്പിക്കേണ്ടി വരും, മഹാനാരായണ ഹവനം ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ പാദപത്മ പൂജ ചിലർക്ക് ചെയ്യേണ്ടി വരും. വിഷ്ണു ആവാഹിച്ച് പാദപത്മ പൂജ ചെയ്യേണ്ടി വരും. ചിലയിടത്ത് വിഷ്ണുവെങ്കിൽ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അതൊരു നല്ല മാർഗമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഏകാദശി ദിവസം പാൽപ്പായസം വിഷ്ണുവിന് കൊടുക്കുക, അവിടുത്തെ ബ്രഹ്മരക്ഷസിനും കൂടെ കൊടുക്കാൻ പറഞ്ഞേക്കുക. അങ്ങനെ 2 തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് 90% ഒഴിഞ്ഞ് കിട്ടുന്നതാണ്. എന്നാൽ ചിലതിലങ്ങനെ ഒഴിയില്ല. കാര്യം അവരുടെ തൊഴിലിലും അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ദുരിതങ്ങളായിട്ട് ചില കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞിട്ട് ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് നമ്മൾ മുൻ വീഡിയോകളിൽ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. സമയദൈർഘ്യമാണ് പ്രധാന കാര്യം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.